ഇത് ഞങ്ങളുടെ യാത്ര വാഗമണിലെ വരാട്ടുമേട് എന്ന് പറയുന്നൊരു ഓഫ് റോഡ് ഡ്രൈവിലേക്കാണ് കേട്ടോ. അടിപൊളി ഒരു സാഹസിക യാത്ര തന്നെയാണ് വരാട്ടുമേട്. എന്തായാലും വാഗമണിൽ ഒന്നിലധികം ഓഫ് റോഡ് ഉണ്ടെങ്കിലും വരാട്ടുമേട് ഓഫ് റോഡ് അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഏതൊരു സാഹസിക സഞ്ചാരികൾക്കും ആകർഷിക്കുന്ന ഒരു പ്രകൃതി രമണീയമായ ഓഫ് റോഡ് ഡ്രൈവ് തന്നെയാണ് കേട്ടോ വരാട്ടുമേട്. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണം. അത്രയ്ക്കും കിടില ആംബിയൻസും അതേപോലത്തെ ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ വരാട്ടുമേട് ഓഫ് റോഡ് ഡ്രൈവ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കും അതിൻ്റെ ലൈവ് ഓഡിയോയിലേക്കും നമുക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം കേട്ടോ, നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ലോങ് വീഡിയോ എടുക്കുന്നത് കുറച്ചെടുക്കാം. എൻ്റെ പൊന്നു, വാഗമണ്ണിലെ വരാടുമെട്ടിലേക്കുള്ള യാത്രയാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഓഫ് റോഡ്. കേട്ടരുതേ, ഇവരുടെയൊക്കെ യാത്ര ദിനേനുള്ള യാത്ര സമ്മതിച്ചു തുടങ്ങി. ഇവിടുന്ന് എങ്ങോട്ട് പോകണം? ഇറങ്ങി പോകണമെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ ഈ വഴിയാണ് ആ വരുന്ന വഴി. ഈ വഴിയാണ്. ഈ വഴി അല്ലേ? ഈ വഴി ആ വഴിയിലാണ് നമ്മളിപ്പോൾ ഒന്ന് കയറാൻ പറ്റാൻ നിന്ന വഴി അതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓഫ് റോഡ് ആക്കിട്ടിക്കാ അടിപൊളിയാണ്. ഇതിലെ പോയത് എനിക്ക് പറഞ്ഞു, ഈ വഴി വന്നത് എനിക്ക് പറഞ്ഞു. ഇതിലേക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2016 വന്നാട്ടോ. അതാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്നതാണോ? ഇന്ന് കാണാം. നമുക്ക് പോകേണ്ട മലയാണ് കേട്ടോ. അതേ കാണുന്നത് വരാടുമെട്ട് മല. അങ്ങോട്ടുള്ള യാത്രയിലാണ്. പാലൊഴുകുംപാറ റോഡ് കയറിയല്ലേ? അത് കയറി നേരെ വന്ന് പാലൊഴുകുംപാറ വന്നം ഇറക്കി വന്ന് ലെഫ്റ്റിലോട്ട് തിരിയുന്ന വഴി കയറി കഴിഞ്ഞാൽ എന്തായാലും കയറാൻ കഴിയില്ല. അത് ഒടുക്കത്തെ ഓഫ് റോഡാണ്. ബൈക്കൊന്നും കയറാനില്ല. അതിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ടൊരു നല്ല കുത്തിനുള്ള കയറ്റം കയറി വന്നാൽ ബൈക്കുകളൊക്കെ കയറി പോകും കേട്ടോ. എന്തായാലും ഓഫ് റോഡ് കുഴപ്പം അത്രയ്ക്ക് ഹെവിയല്ല എന്ന് പറയാം. ഇപ്പം എന്തായാലും തുടങ്ങുന്നേ ഉള്ളൂ. ചാടിയൊന്നും ഇറങ്ങണ്ട കേട്ടോ. എനിക്ക് പിടുത്തമില്ല. മറ്റേ ഗോപ്രോ പിടിച്ചേക്കണോണ്ട് വണ്ടിയിൽ പിടുത്തമില്ല. വണ്ടി നേരത്തെ ഉള്ളത് പിടിച്ചോന്നേ. നീ ഇപ്പോൾ ചാടി ഇറങ്ങി പിന്നിപ്പോൾ നടക്കണ്ടേ? നമുക്ക് നോക്കിയെങ്ങനെ സൂക്ഷിച്ച് ഇറങ്ങി പോയാൽ പോരെ. അടിപൊളി. ഇത് നമ്മൾ കയറി വരേണ്ട വഴിയാണ്. ഞാൻ ഇറങ്ങാം. വരാടുമുട്ട വന്നവർക്ക് വഴിമാറപ്പാനുള്ളൊരു സ്ഥലമാണത്. ഇവിടെ വന്നിട്ടത് ഇതുപോലൊരു കുഞ്ഞ് കോൺക്രീറ്റ് ഇട്ട വഴി കാണും. ഇത് ഇറങ്ങിപ്പോയാലേ നമുക്ക് വരാടുമുട്ട എത്താൻ പറ്റുള്ളൂ. വരാടുമുട്ട തെറ്റി വരുന്ന റൂട്ടുണ്ട് കേട്ടോ. ആ റോഡ് ബൈക്ക് പോയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വാഗമണ് പാലൊഴുകുംപാറ റൂട്ട് കയറി വന്ന് ലെഫ്റ്റിലോട്ട് തിരിയുന്നൊരു വഴിയുണ്ട്. ആ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബൈക്ക് പോലും അസാധ്യമാണ്. പക്ഷെ അവിടെ നിന്ന് റൈറ്റിലോട്ട് കുത്തിനുള്ളൊരു കയറ്റം. ആ കയറ്റം കയറി കുറേ അങ്ങ് നേരെ ഓടിച്ച് വന്നു കഴിയുമ്പോൾ നല്ല കുറച്ച് പക്ക ഓഫ് റോഡൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിലൂടെ വേണം നമുക്ക് സഞ്ചരിക്കാം കേട്ടോ. എന്തായാലും അതെ, ഇടവഴി കയറി പോണ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് സ്ലിപ്പ് ആകൂല്ലേ? മഴക്കാലത്ത് സ്ലിപ്പാകുമ്പോൾ അല്ല, കോൺക്രീറ്റ് വഴിയല്ലേ? ഉണ്ടോ? കോൺക്രീറ്റ് വഴി സ്ലിപ്പ് ആവൂലേ? ഇത്രയും കുത്തനുള്ള സ്ലിപ്പുള്ളതല്ലേ? ഇന്നലെ കോൺക്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ വഴി എങ്ങനെയുണ്ട്? ഓരോന്നും
മേളിലേക്ക് അങ്ങോട്ടല്ലേ ഇത് ഇങ്ങോട്ടൊന്നുമല്ല. ഇതേ വഴിയുണ്ടോ? ഇതേ പാറപ്പുറം അതിലേ കയറി പോണത്. അതിലേ കയറണമായിരുന്നു, ഇങ്ങോട്ട് ഇറക്കരുതായിരുന്നു. ഇനിയിപ്പം വഴിയൊന്നും ഇല്ല കേട്ടോ, കാണുന്ന വഴി കൂടെ കയറി പോവാ. അമ്പേ 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 അവിടെ വാഗമണ്ണിലെ വരാടുമെട്ടിലേക്കുള്ള യാത്രയിലാണ്. ഭീകരം, കൊടും ഭീകരം. ഒരാളിരുന്ന് തുഴയുവാണ്. പോട്ടെങ്ങനെ ഇനി റൈറ്റ് സൈഡിൽ കൂടെ പോകും. നീ ഇറങ്ങാം. ആ പോട്ടെ. ടയർ ചൂടായോ? മൊബൈലിലെടുക്കണോ? മലമുകളിൽ ഏതോ സഞ്ചാരികളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഉരുളം കല്ല് പാതി തിരിച്ച ഒരു വഴിയാണ് ടോപ്പിലേക്ക്. കൈ വെക്കണോ? സാഹസിക ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് വാഗമണിലെ വരാടുമെട്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേ കാണുന്നതാണ് ഇവിടുത്തെ പാലൊഴുകുംപാറ വാട്ടർഫാൾസ്. വേനൽക്കാലം കാരണം അതിനകത്ത് വെള്ളമൊന്നുമില്ല. ഈ രണ്ട് മലയുടെ നടുക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന, വാഗമണ്ണിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന റോഡ്. വാഗമണ്ണിൽ നിന്നും ഏലപ്പാറ കട്ടപ്പന റൂട്ടിൽ വന്നിട്ട് അവിടുന്ന് പാലൊഴുകുംപാറ റൂട്ട് കയറണം. ആ വഴി വന്നിട്ട് ഇതേ താഴെ കാണുന്ന വഴി കൂടെയൊക്കെയാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി വേണ്ടത്. ചുറ്റി കറങ്ങി ഇങ്ങനെ കയറി വരണം. ആഫിക, അത് നമ്മുടെ ഓപ്പോസിറ്റ് കാണാനാണ് വാഗമണ്ണിലെ. അതല്ലേ പാലൊഴുകുംപാറ? പാലൊഴുകുംപാറ വാട്ടർഫാൾസ് ആണല്ലേ? വെള്ളമില്ല, പൂർണ്ണമായിട്ട് വെള്ളമില്ല. മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അതെ അതെ. അപ്പോൾ നമ്മുടെ വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറ കട്ടപ്പന പോകുന്ന വഴിക്ക് വന്നിട്ടാണ് പാലൊഴുകുംപാറ തിരിയണത്. ഏലപ്പാറ വന്ന് കട്ടപ്പനയിൽ നിന്ന് തിരിഞ്ഞ് കട്ടപ്പന നേരെ പോവും, ലെഫ്റ്റ് എടുത്ത് പാലൊഴുകുംപാറയിലേക്ക് കയറി വരും. അപ്പോൾ പാലൊഴുകുംപാറയിലേക്ക് വന്ന റോഡ് അതേ താഴത്ത് കാണുന്നതാ. റോഡിൽ നിന്നുകൊണ്ട് നമുക്ക് അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഈ വഴി നമ്മൾ നേരെ കയറി വന്നിട്ടേ, നമ്മൾ നേരെ കയറി വന്ന് ആ കാണുന്ന കണ്ട അവിടെ അല്ലേ ബ്ലോക്കായി പോയത് നമ്മള്. നേരെ ഈ വരാടുമെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നെങ്കിൽ ഇതേ കാണുന്ന റോഡുണ്ടല്ലോ, ആ കാണുന്ന റോഡിൽ കൂടെ കയറി
ആ അല്ല നമ്മളെ ഇപ്പോൾ നേരത്തെ കയറി വന്ന ആ റോഡ് നേരെ ചെന്നിട്ട് അവിടെ ചെന്ന് ആ ലെഫ്റ്റ് എടുത്ത് ആ ഓഫ് റോഡ് കാണുന്നത് നിന്ന് പോയില്ലേ? ഓഫ് റോഡ് കാണുന്നിടത്ത് അവിടെ നിന്നാണ് നിന്ന് പോയത്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കയറി നേരെ മുമ്പൊരു റൈറ്റിലേക്ക് ആ ടേണിംഗ് ഉണ്ടോ, ആ യു ടേൺ എടുത്ത് പോകണുണ്ടാവോ കോൺക്രീറ്റ് റോഡ്. അവിടുന്ന് റൈറ്റ് കയറി ആ റോഡ് നേരെ വഴിയില്ല, ആ കോൺക്രീറ്റ് റോഡ് കയറി പോകണുണ്ടോ, ആ റോഡ് നേരെ കയറിയാണ് അല്ലേ? ആ ഇങ്ങനെ വന്ന് ആ തേയിലത്തോട്ടത്തിൽ കൂടെ കറങ്ങി അടിച്ച് ഈ ആ നമ്മൾ തിരിച്ചു വന്ന റോഡ് തന്നെ ആ ഒരു വെള്ള വീട് ഉണ്ടോ, വെള്ളപ്പേര് അടിച്ച വീടാ. അതിന്റെ അവിടുന്ന് താഴേക്ക് ഒരു കോൺക്രീറ്റ് പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്തൊരു വഴിയുണ്ട്. അവിടെ വെച്ച് പലർക്കും വഴി തെറ്റും. അവിടെ വെച്ചാൽ നമുക്ക് വഴി തെറ്റുന്ന ആ കോൺക്രീറ്റ് റോഡ് അത്ര ശ്രദ്ധയപ്പെടില്ല. അതെ അതെ, ആ കോൺക്രീറ്റ് റോഡിൽ കൂടെ കയറി വന്നാലേ നമുക്ക് ഈ വരാടുമെട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. വരാടുമായിട്ട് ഓഫ് റോഡ് അടിപൊളിയാട്ടോ. ബൈക്കൊക്കെ നമ്മൾ സൂപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇച്ചിരി ടാലൻറ്റ്, ഒരു സാഹസ യാത്രയാണ്. ഇച്ചിരി ടാലൻ്റ് ഉള്ളവർക്കെല്ലാം സിമ്പിളായിട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും വരാടുമായിട്ട് എന്നുള്ള കാഴ്ച ഒരു അതിശയകരമായ കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നല്ല കാറ്റുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ നടക്കുമ്പോഴേക്ക് കിതയ്ക്കുന്നത്, വണ്ടി ഓടിച്ച് ഇത്രയും കിതയ്ക്കുന്നത് ആ ഓഫ് റോഡിൻ്റെ കാഠിന്യം കൊണ്ടാണ് കേട്ടോ. കൊണ്ട് നീക്കിട്ട് ഏത് മലമൂളി ചെന്നാലും ഇതുപോലെ ഒരു കൂട്ടുകാരെ നമുക്ക് കിട്ടും. നല്ല സാധാരണ വരാടുമെട്ടിൻ്റെ ടോപ്പിലേക്ക് റാഫിക്കാടെ വരവ് കണ്ട. റാഫിക എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? വഴിയുണ്ട്, സൂപ്പറാണ് കാണുക, സൂപ്പറാണ്, അടിപൊളിയാണ്. എന്തായാലും അതിനൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഓഫ്റോഡാണ്, അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് റോഡ് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. കത്തുന്നുണ്ട്, സ്റ്റാൻഡ് കത്തുന്നതാണോ? ഇരുന്നോ, ഞാൻ പിടിച്ചോളാം. പോട്ടെ സ്റ്റാൻഡ് കത്തുന്നതാണ്. സൂപ്പറാണ്. വാഗമണ്ണിലെ വരാടുമെട്ട് ഓഫ് റോഡ് റൈഡ്. ഫ്രണ്ടോട്ട് കാണിച്ചേ, നിൽക്കണ്ട അല്ലേ? കിടക്കാച്ച സ്ഥലം കേട്ടോ.
വാഗമണ്ണിലെ വരയാടുമെട്ട്. വരയാടുമെട്ട് ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ഇറങ്ങാൻ പറ്റുമല്ലോ അല്ലേ? തിരിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനും പറ്റും, ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ വരയാടുമെട്ട്. കാരണം ഞങ്ങൾ ആദ്യം ഒന്ന് ഈ റൂട്ട് വന്നെങ്കിലും ഒന്ന് പകച്ചുപോയി. ആദ്യത്തെ റോഡ് നമുക്ക് ഒരിക്കലും പറ്റില്ല, ഇമ്പോസിബിൾ ആയിരുന്നു ആ റോഡ്. പിന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി വേറെ റോഡ് കിട്ടി, അതുവഴിയാണ് നമ്മൾ ഈ വരയാടുമെട്ട് എത്തിയത്. വരയാടുമെട്ട് എത്തിയെങ്കിലും ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഓഫ് റോഡൊക്കെ അടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലാതെ, പക്ഷേ ടാലൻറ്റ് വേണം. പിന്നെ എല്ലാം ഒരു മനസ്സാണല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു മനസ്സാണല്ലോ നമുക്ക് എല്ലാത്തിനും. എന്തായാലും വാഗമണ്ണ് കട്ടപ്പന റോഡിൽ വന്ന് പോകാൻ കഴിയുന്ന ഒരു പാലൊഴുകുംപാറ വാട്ടർഫോൾസിൻ്റെ സൈഡിലുള്ള വഴി നേരെ വന്ന് പോകുന്നൊരു വ്യൂ കേട്ടോ. എന്തായാലും മിസ്സാക്കാതെ കഴിയുമെങ്കിൽ ഒന്ന് ഈ വരാനോട്ടെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. തിരിച്ചേ ഞങ്ങളുടെ കൂടെ വന്ന് കേട്ടോ. ഞങ്ങൾ വെള്ളമൊക്കെ ആവശ്യത്തിന് കൊടുത്ത് അവൾക്ക് ഉള്ള ആ കാലിൽ ഏതോ വൃത്തികെട്ടൊന്ന് എൻ്റെ കാലിന് എന്തോ പറ്റിച്ചിട്ടുണ്ട് അവളുടെ. സുമംഗലി ഒന്നുമില്ല, നീ പേടിക്ക്. ഒന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കില്ല. ഒന്നുമില്ല, നീ എന്തിനാ നിനക്കൊന്നുമില്ല. മുതുകത്ത് കയറി തൂങ്ങിക്കിടക്കണ നീ കൊള്ളാലോ. ഞാൻ നിൽക്കുന്നവനാണ് കേട്ടാ. മുതുകത്ത് കയറി തൂങ്ങിക്കിടക്കണ. എൻ്റെ അളിയത് എന്താ അളിയായത്? ഇത് 90 ഡിഗ്രി ഒന്നും അല്ലല്ലോടാ ഇത്. ഇതെങ്ങനെ പണിത് വെച്ചൊക്കെ പോയി ഇതിനകത്ത് റോളർ എങ്ങനെ കയറ്റി അറിഞ്ഞില്ല. പിന്നെ കൈ കണ്ട് ആൻറ്റി പവർ കൊടുത്തിരിക്കുവോ? അടിപൊളി. ആഹാ, അടുത്തത് കിടക്കണടാ, കിടക്കുന്ന അടുത്ത കയറ്റം കണ്ടോട്ടാ. പരികളെ
അല്ലേ?